സമാധാന ചർച്ചകൾ സങ്കീർണമാക്കി വീണ്ടും ഇറാൻ ആക്രമണം. ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. രാവിലെ ഇറാനെ ആക്രമിച്ചിരുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനും അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഹോർമുസിന്റെ കാര്യത്തിൽ ഒമാൻ മറ്റെല്ലാവരെയും പോലെ പെരുമാറണമെന്നും അല്ലെങ്കിൽ ഒമാനെ തകർക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് ട്രംപ് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ പോലും രാജ്യത്തിനുമേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ യാതൊരുവിധ ഇളവും നൽകില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി നിലവിൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും കർശനമായ നിലപാടുകളിൽ നേരിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും വാഷിംഗ്ടൺ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന നൽകുന്നത്. അമേരിക്കൻ ബാങ്കിംഗ് ഭീമനായ JP മോർഗൻ വൻ നിക്ഷേപത്തിനൊരുങ്ങുന്നതായി സൂചന. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ $20 ബില്യൺ വരെ ചെലവഴിച്ച് പുതിയ ഏറ്റെടുക്കൽ നടത്താമെന്ന് CEO ജാമി ഡിമോൺ വ്യക്തമാക്കി. ബാങ്കിന്റെ സാമ്പത്തിക ശക്തിയും സ്ഥിരതയുള്ള വളർച്ചയും ഇത്തരം വലിയ ഇടപാടുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദീർഘകാല വളർച്ചയ്ക്ക് അനുയോജ്യമായ ഇടപാടുകൾ മാത്രമേ പരിഗണിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ 5ാം തലമുറയിൽപ്പെട്ട അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ 5 മാതൃകകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി തിരഞ്ഞെടുക്കപ്പെട്ട 3 കമ്പനികളിൽ നിന്ന് പ്രതിരോധ മന്ത്രാലയം താൽപര്യപത്രം ക്ഷണിച്ചു. ഏകദേശം 15,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി. നിലവിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് മാത്രമാണ് യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ പുട്ടവർത്തിയിലായിരിക്കും വിമാനങ്ങൾ നിർമ്മിക്കുക. സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും കുറഞ്ഞ് ഗ്രാമിന് 14,305 രൂപയും പവന് 1,14,440 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായി കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 11,755 രൂപയും പവന് 94,040 രൂപയുമായി. വെള്ളി 275 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.